ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ക്വാഷാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ധാരാളം ഗുണങ്ങളുള്ള ഒരു ഫലമാണ് ഈ പാഷൻ ഫ്രൂട്ട്. അതുപോലെ ഈ സ്ക്വാഷിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നതുമില്ല. ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 15 പാഷൻ ഫ്രൂട്ടാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് അല്പം പുളിയുള്ള ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ്. വേറൊരു പർപ്പിൾ കളറിലുള്ള ഒരു തരം പാഷൻ ഫ്രൂട്ട് ഉണ്ട്, അതിനാണെങ്കിൽ അല്പം കൂടെ മധുരമുണ്ട്. ഇതായിരിക്കും കുറച്ചുകൂടെ സ്ക്വാഷ് ഉണ്ടാക്കാനൊക്കെ നല്ലത്, അല്പം പുളിയുള്ളതുകൊണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തെ പൾപ്പൊന്ന് എടുക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫോർക്ക് കൊണ്ട് ഈ പൾപ്പ് പാത്രത്തിലേക്ക് ഇടാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പൾപ്പ് എടുക്കാൻ പറ്റും. ഞാൻ 15 പാഷൻ ഫ്രൂട്ടും കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് ഈ പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അളന്ന് നോക്കിയപ്പോൾ ഏകദേശം 2 കപ്പോളം ഉണ്ട്. ഇതിനി ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഈ പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിന് വേണ്ടിയുള്ള പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് 3 കപ്പ് പഞ്ചസാരയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 3/4 കിലോളം വരും. 1 കപ്പ് 250 ഗ്രാം അളവാണ്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാകണം. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ കുറച്ച് നാൾ ഈ സ്ക്വാഷ് വെച്ചാലും അതിൽ ഈ പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യത്തില്ല. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിൽ നിന്നും ഒരു 1.5 കപ്പ് പൾപ്പ് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് പൾപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി ഒന്നും അരഞ്ഞു പോകാതെ വേണം അടിച്ചെടുക്കാൻ വേണ്ടി. 1-2 പ്രാവശ്യം ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസിലോട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പൾപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിലോട്ട് ചേർക്കാവുള്ളൂ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അഴുക്കൊക്കെയുള്ള പഞ്ചസാരയാണെങ്കിൽ ഒരു തുണിയിൽ കൂടി അരിച്ചിട്ട് വേണം ഈ സിറപ്പ് ഈ സ്ക്വാഷിലോട്ട് ഒഴിക്കാൻ. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് ഒഴിച്ചു വെക്കാം. ഈ ബോട്ടിൽ നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വേണം ഇത് സൂക്ഷിച്ച് വെക്കാൻ. പിന്നെ ഓരോ തവണ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുമ്പോഴും നന്നായിട്ട് കുലുക്കിയിട്ട് മാത്രമേ ഉള്ളൂ ഇത് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത സ്ക്വാഷ് ആയതുകൊണ്ട് ഒരു 2 ആഴ്ച വരെ മാത്രമേ ഉള്ളൂ കേടാകാതെ ഇരിക്കത്തുള്ളൂ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയും വേണം. ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/4 ഗ്ലാസ് സ്ക്വാഷ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ അല്പം കൂടി സ്ക്വാഷ് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ സ്ക്വാഷും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണിത്. പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ സ്ക്വാഷും അതുപോലെ ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.